ഇന്നലെ രാത്രി പരിശുദ്ധമായ ബറാഅത്ത് രാവായിരുന്നു. ബറാഅത്ത് രാവില് നാം എല്ലാവരും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു, ദിക്റുകൾ ചൊല്ലി, പ്രാർത്ഥനകൾ നടത്തി, യാസീൻ സൂറത്തോതി, അതുപോലെ തന്നെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, തൗബ ചെയ്തു, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു. ഇങ്ങനെ കണക്കില്ലാത്ത അമലുകള്, സൽക്രമങ്ങള് ഇന്നലത്തെ രാത്രി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ബറാഅത്ത് രാവില് നാം ചെയ്ത സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മൾ ചെയ്ത പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ ഇനി നമ്മളെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിരന്തരമായി ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ പറഞ്ഞ ആളുകളൊക്കെ കമന്റിൽ ഒന്ന് എഴുതി വിടണം. ആരൊക്കെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നലെ പരിശുദ്ധമായ ബറാഅത്ത് രാവായിരുന്നു. ആ ബറാഅത്ത് രാവിനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ബറാഅത്ത് രാവിനെ വരവേൽക്കാനും ബറാഅത്ത് രാവില് അള്ളാഹുമായി അടുക്കാന് അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തന്നു, ആഫിയത്തുള്ള ആരോഗ്യം തന്നു. അൽഹംദുലില്ലാ അൽഫ മറ. ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? കണക്കില്ലാത്ത സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടുംബ ബന്ധം ചേർത്തു, യാസീന് 3 പ്രാവശ്യം നമ്മൾ ഓതി, തൗബ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ദിക്ർ അധികരിപ്പിച്ചു, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു, സൂറത്തു ദുഹാൻ ഓതി. ഇങ്ങനെ കണക്കില്ലാത്ത സൽക്രമങ്ങൾ ഇന്നലെ രാത്രി പല ആളുകളും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ രാത്രി, ബറാഅത്തിന്റെ രാത്രി പല ആളുകളും ഹയാത്താക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ചില മാറ്റങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഏതാണ് ആ പ്രാർത്ഥന, ഏതാണ് ആ മാറ്റങ്ങളെന്ന് നമ്മൾക്കൊന്ന് വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഞങ്ങൾ ബറാഅത്തിന്റെ രാത്രിയിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, യാസീൻ സൂറത്ത് ഓതി, ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി, തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു, പാവങ്ങളെ സഹായിച്ചു, മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്തു. അതൊക്കെ സ്വീകരിക്കണേ റബ്ബേ. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ പ്രാർത്ഥന ഇനി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്നുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഏത് സൽക്രമങ്ങൾ ചെയ്താലും, നമ്മൾ ഏത് സൽക്രമങ്ങൾ ചെയ്താലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൽ പുണ്യമാണ്. എന്തിനാ? നമ്മൾ ചെയ്ത സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി മുതലുള്ള സമയങ്ങളിൽ ഈ പ്രാർത്ഥന അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബറാഅത്തിന്റെ രാത്രി നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്, അല്ലെ? തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ ചൊല്ലി, അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു, റബ്ബേ പാപങ്ങൾ പൊറുക്കണേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യം, നിസ്കാരം ഖളാ ആക്കരുതേ.
ഒരു മനുഷ്യൻ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ പിന്നെ അവൻ തെറ്റിലേക്ക് പോകൂല, വ്യഭിചരിക്കാൻ പോകൂല, കുടുംബ ബന്ധം മുറിക്കൂല, പലിശ ഭക്ഷിക്കുകയില്ല, ഗീബത്ത് പറയൂല, ഒരാളെയും ആക്രമിക്കില്ല. ഇതാണ് നിസ്കാരത്തിന്റെ പവർ. ഒരാളെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ പിന്നെ അവൻ തെറ്റിലേക്ക് പോകൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിൽ നിർവഹിക്കുക. ഇനി ഒരിക്കലും നിസ്കാരം ഖളാ ആക്കരുതേ, മരണം വരെ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ വരണം. നമ്മളിപ്പോഴും ബറാത്ത് രാവ് കഴിഞ്ഞു, ബറാത്ത് രാത്രിയിൽ അന്ന് വലിയ തൗബൊക്കെ ചെയ്തു, കരഞ്ഞു പ്രാർത്ഥിച്ചു, പല മജ്‌ലിസിലും പങ്കെടുത്തു. എന്നിട്ട് നമ്മൾ പിന്നെ അതേപോലെ തന്നെ പഴയ പോലെ തന്നെ ഒരു മാറ്റം നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ ബറാഅത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ദിക്ർ ചൊല്ലുന്ന ആള് 2 ദിക്ർ ചൊല്ലും. റവാത്തീബ് നിസ്കരിക്കാത്ത ആളുകൾ റവാത്തീബ് നിസ്കാരം തുടങ്ങും. ഗീബത്ത് പറയുന്ന ആള് ഗീബത്ത് പറയാതിരിക്കും. അതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ. ആത്മീയമായ മാറ്റങ്ങൾ വരണം. ഔറത്ത് മറക്കണം, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, സലാത്തുകൾ ചൊല്ലുക, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇങ്ങനെ ഒരു ആത്മീയമായ മാറ്റം നമ്മളെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ബറാഅത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നമ്മളെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആത്മീയമായ മാറ്റം നമ്മളെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മൾ മരിക്കേണ്ടവരാണ്, റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടവരാണ്, ഖബറിനെ അഭിമുഖീകരിക്കേണ്ടവരാണ്, അള്ളാഹുവിന്റെ വിചാരണയെ നേരിടേണ്ടവരാണ്, സിറാത്ത് പാലം വിട്ടുകടക്കേണ്ടവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരട്ടെ, ആത്മീയമായ മാറ്റങ്ങൾ വരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നോമ്പ് ഒരുപാട് ആളുകൾ ബറാഅത്ത് ഇന്നത്തെ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും. നോമ്പ് പിടിച്ച ആളുകളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി കുടുംബ ബന്ധം ചേർക്കുക, വിശാലത ചെയ്യുക, മരുമക്കളൊക്കെ ഒന്ന് വിളിക്കുക, വെറ്റാണി അയൽവാസികൾക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അയൽവാസികൾ പാവപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പ് തുറ നടത്താൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നോമ്പ് തുറ നടത്തുക. അതോടൊപ്പം തന്നെ മഗ്‌രിബിന്റെ മുമ്പ് മഗ്‌രിബി ബാനിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു തസ്ബീഹ് ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എത്രയോ പുണ്യമുള്ള തസ്ബീഹാണ്. നോമ്പ് പിടിച്ച് ചൊല്ലിക്കോ. മഗ്‌രിബിയുടെ സമയത്ത് അടുക്കളയിൽ പോയി വെറുതെ ഇരിക്കണ്ട. നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മഗ്‌രിബി ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുക, നോമ്പ് തുറ പ്രതീക്ഷിച്ചിരിക്കുക. ആ സമയത്ത് ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അതുപോലെ ഇനി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഇനി ഒരാളോടും പിണങ്ങില്ല, ഞാൻ ഇനി ഒരാളോടും അസൂയ വെക്കൂല, ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും അഹങ്കരിക്കൂല, ഒരാളെയും ആക്രമിക്കില്ല, ഞാൻ ഇനി ഒരാളോടും വെറുപ്പ് കാണിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവമാണത്. ബറാഅത്ത് രാവിലെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവൂല. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, വലാ തഹാസദു വലാ തനാജസു വലാ തബാഗലു. നിങ്ങൾ പരസ്പരം ശത്രുത വെക്കരുതേ, നിങ്ങൾ പരസ്പരം ദേഷ്യം വെക്കരുതേ, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുതേ, നിങ്ങൾ അഹങ്കരിക്കരുതേ, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി സാഹോദര്യം പുലർത്തി ജീവിക്കുക. ഇതാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളിങ്ങനെ ബറാഅത്ത് രാവ് വരുമ്പോ ജോറായിട്ട് പരിപാടി നടത്തും, 27 രാവ് വരുമ്പോ ജോറായിട്ട് പരിപാടി നടത്തും. നമ്മളെ സ്വഭാവത്തിനൊരു മാറ്റമല്ല. ഇപ്പോഴും ആ വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ ആ ബറാഅത്ത് രാവ് കൊണ്ട് എന്ത് നേട്ടാണ് നമ്മൾ കൈവരിച്ചത്? നമ്മളെ പ്രാർത്ഥന കൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾ നേടിയെടുത്തത്? സമയം വേസ്റ്റ് ആയില്ലേ? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ. ഇനി ഒരാളെയും ഞാൻ വെറുപ്പിക്കൂല, ഞാൻ ഇനി ഒരാളോടും ദേഷ്യം വെക്കൂല. ഉമ്മയോട് ദേഷ്യം വെക്കുന്നവര്, ഉപ്പയോട് ദേഷ്യം വെക്കുന്നവര്, അമ്മായിമ്മയോട് ദേഷ്യം വെക്കുന്നവര്, മരുമക്കളോട് ദേഷ്യം വെക്കുന്ന ആളുകള്, ഭർത്താവിനോട് ദേഷ്യം വെക്കുന്ന ആളുകള്, ഭാര്യയോട് ദേഷ്യം വെക്കുന്ന ആളുകള്, അയൽവാസികളോട് ദേഷ്യം വെക്കുന്ന ആളുകള്. എന്തിനാണ് ഇവർ ഇബാദത്ത് ചെയ്തത്? അവരെ ഇബാദത്ത് അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ആരെയും വെറുപ്പിക്കാതെ നല്ല ഒരു മനുഷ്യനായി ജീവിക്ക്, നിഷ്കളങ്ക മനുഷ്യനായി ജീവിക്ക്.
അവനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അവനെയാണ് സത്യവിശ്വാസികൾ ഇഷ്ടപ്പെടുന്നത്, അവനെയാണ് ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്നത്, അവളെയാണ് അള്ളാഹുവിന്റെ മാലാക്കന്മാർ ഇഷ്ടപ്പെടുക. അല്ലാതെ നമ്മൾ വൃത്തികെട്ട സ്വഭാവക്കാരായി ഇനിയും ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നോമ്പ് കൊണ്ട് ഒരു ഫലമില്ല, ബറാത്ത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല, റമദാൻ കൊണ്ട് നമുക്കൊരു ഫലം ലഭിക്കില്ല, നമ്മൾ നരകത്തിലെ വിറകുകളായി മാറും. അള്ളാഹു കാക്കട്ടെ. അതുപോലെ നാം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. പല ആളുകളും വെള്ളിയാഴ്ച മാത്രമേ ഖുർആൻ ഓതുള്ളൂ, റമദാനിക്ക് മാത്രമേ ഖുർആൻ ഓതുള്ളൂ. ഖുർആന്റെ വാർഷികമാണ് നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഖുർആൻ ഇറക്കിയ വളരെയേറെ ശ്രേഷ്ഠമായ ബറാഅത്ത് രാവ്. ഖുർആന്റെ വാർഷികം കഴിഞ്ഞു. ഇനിയും നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടാതെ ജീവിച്ചാൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും. നമ്മളെ വിജയത്തിന്റെ കാരണം ഖുർആനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്ന് ഖുർആനിലാണ്, എല്ലാ രോഗങ്ങൾക്കും മരുന്ന് ഖുർആനിലാണ്, എല്ലാ ടെൻഷനും മരുന്ന് ഖുർആനിലാണ് എന്ന് മഹാനായ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ ഇനി എല്ലാ ദിവസവും ഓതുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ ടെൻഷനൊക്കെ മാറും. ജീവിതത്തിൽ നല്ല ഹാപ്പി ലൈഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ ഉള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റമളാൻ മാസത്തിനെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. നനച്ചുള്ളിയെ കുറിച്ച് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പല ഉമ്മമാരും നനച്ചുള്ളി നടത്തിയിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റമളാനിനെ നല്ല നിലക്ക് വരവേൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.